ഇന്ന് ലോക ജലദിനം. കത്തുന്ന വേനലിലും നിറയെ വെള്ളമുള്ള തടയണയാണ് പിണങ്ങോട് പുഴയ്ക്കലിലെ എടത്തറക്കടവ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ പുഴയിൽ തടയണ നിർമ്മിച്ചതിനാലാണ് ഈ ഭാഗത്ത് വേനൽ ശക്തമായിട്ടും ഇഷ്ടം പോലെ വെള്ളമുള്ളത്. വൈത്തിരിയിൽ നിന്നും ഉത്ഭവിച്ച് കബനിയിൽ ചേരുന്ന പുഴയിലാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത്. ഇഷ്ടം പോലെ വെള്ളമുള്ളതിനാൽ തന്നെ പ്രദേശത്തുകാർക്ക് ജലക്ഷാമം എന്തെന്ന് പോലും അറിയില്ല. ഇത്തരത്തിൽ കൂടുതൽ തടയണകൾ നിർമ്മിച്ചാൽ ജലക്ഷാമത്തിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വേനൽ കനക്കുകയാണ്. പലയിടത്തും വെള്ളം കിട്ടാനില്ല. പുഴകളും തോടുകളുമെല്ലാം വറ്റി വരണ്ടു. ഇതാണ് നാട്ടിലെ പൊതുവെയുള്ള അവസ്ഥ. എന്നാൽ ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് പിണങ്ങോട് പുഴയ്ക്കലിലെ കാഴ്ച. എടത്തറക്കടവിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ചെക്ക് ഡാം തന്നെയാണ് പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ ആശ്വാസം. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ചെക്ക് ഡാം നിർമ്മിച്ചതിനാൽ തന്നെ എപ്പോഴും നിറയെ വെള്ളമുണ്ടാകും. നാട്ടിൽ ആകെപ്പാട് ജലക്ഷാമമുള്ള ഭയങ്കര ജലക്ഷാമമാണ്. പക്ഷേ ഇതുപോലത്തെ തടയണകളുണ്ടല്ലോ, ഇത് ഇഷ്ടംപോലെ അത്രയും വെള്ളമുണ്ട്. പിന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വെള്ളം കുടിക്കുന്ന പമ്പോസാണ് നമ്മൾ ഇത് കാണുന്നത്. അത്രയും വെള്ള സൗകര്യമുണ്ട്. പിന്നെ ഒരു നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ നീന്തം പഠിച്ചു പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നീന്തം പഠിച്ചു പോകുന്നുണ്ട്, അലക്കാൻ, കുളിക്കാൻ. ഇത്രയും വെങ്ങപ്പള്ളി പഞ്ചായത്ത്, പൊയ്തല പഞ്ചായത്തിൽ ഇത്രയും നല്ലൊരു വെള്ളം കിട്ടുന്ന സ്ഥലം വേറെ ഇവിടെ അടുത്തേടില്ല. 5000-ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന എടത്തറക്കടവ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് തടയണ നിർമ്മിച്ചത്. ജില്ലയിൽ പലയിടങ്ങളിലും ലക്ഷങ്ങൾ ചിലവഴിച്ച് തടയണ നിർമ്മിച്ച് ഉപയോഗയോഗ്യമല്ലാതെ നശിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാഴ്ച. ഈ ഏരിയയിൽ വേറെ എവിടെ ഇങ്ങനെ ഒരു തടയണ, ഇത്ര വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു തടയണ ഉള്ളതായിട്ട് അറിവില്ല. ഈ വെള്ളം തടയണ ഉണ്ടാകുന്നുണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല കിണറുകളും പറ്റി. ഈ പ്രദേശത്തെ കിണറുകളുടെ ജലനിരപ്പ് താഴാതെ ഈ തടയണ കിലോമീറ്ററുകളോളം സംരക്ഷിക്കുന്നുണ്ട്. പുഴയിൽ ഇഷ്ടം പോലെ വെള്ളമുള്ളതിനാൽ തന്നെ പ്രദേശത്തെ കിണറുകളിൽ വെള്ളം താഴ്ന്നിട്ടില്ല. ജീവന്റെ വിലയുള്ള വെള്ളം സംരക്ഷിക്കാനായി ഇത്തരത്തിലുള്ള മാർഗങ്ങൾ കൂടി തേടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ജലക്ഷാമം കാരണം ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും കുളിക്കാനും തുണി അലക്കാനുമൊക്കെയായി ഇവിടെ എത്തുന്നുണ്ട്. ഇവർക്ക് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാനുള്ളൂ: വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.